കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകൻ പിടിയിലായ കേസിൽ ഫ്ളാറ്റിന്റെ ഉടമയും ഛായാഗ്രഹകനുമായ സമീർ താഹിറിനെ എക്സൈസ് ഇന്ന് നോട്ടീസ് നൽകും. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് അയക്കുന്നത്. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രനുണ്ട്. രേണുക, വിവരങ്ങൾ. നിലവിൽ വൃന്ദ 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് സംവിധായകരും ഛായാഗ്രഹനും പിടിയിലായ കേസുണ്ടായത്. നിലവിൽ ഈ ഛായാഗ്രഹനായ സമീർ താഹിറിനെയാണ് ഇപ്പോൾ എക്സൈസ് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് നേരിട്ട് നോട്ടീസ് നൽകുകയാണോ അതോ തപാൽ മുഖേന അദ്ദേഹത്തിന് നോട്ടീസ് നൽകുകയാണോ എന്നൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും സമീർ താഹിറിനെ ചോദ്യം ചെയ്യലിനായി വീണ്ടും വിളിപ്പിക്കുന്നതാണ്. വളരെ കുറഞ്ഞ അളവിലുള്ള ഒരു ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരുടെ കൈവശമുള്ളതിനാലാണ് അറസ്റ്റ് ചെയ്ത ജാമ്യത്തിൽ വിട്ടത്. പക്ഷേ വീണ്ടും ഒരു ചോദ്യം ചെയ്യലിന് ഇവരെ വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നു. അന്നേ എക്സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഫ്ളാറ്റിന്റെ ഉടമസ്ഥനായ സമീർ താഹിറിലേക്ക് ഈ ഒരു അന്വേഷണം പോകുന്നത്, എക്സൈസിന്റെ നോട്ടീസ് നൽകാൻ പോകുന്നുണ്ട്. വിളിച്ചു വരുത്തി വീണ്ടും വിശദമായൊരു മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഇവർക്ക് 3 പേർക്കും ഇടനിലക്കാരൻ എന്ന നിലയിൽ ഈ കഞ്ചാവ് എത്തിച്ചു നൽകിയ ഒരു വ്യക്തിയെപ്പറ്റി പോലീസിന് എക്സൈസിന് എന്തായാലും ഒരു വിശദമായൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ആരാന്നുള്ളൊരു കാര്യത്തിലെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചി സ്വദേശിയാന്നുള്ളൊരു കാര്യത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് വന്നതാണ്, ഇവരുടെ ഒരു ഫ്രണ്ട് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് കൂടിയാണ് എന്നീ കാര്യങ്ങളിലെല്ലാം വ്യക്തത വന്നിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിലേക്കും ചോദ്യം ചെയ്യലുമായി എക്സൈസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിലവിൽ ഈ സംവിധായകരുടെയും ഛായാഗ്രഹകന്റെയും ഇടനിലക്കാരനായ ഈ കഞ്ചാവ് എത്തിച്ചു നൽകിയ വ്യക്തിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളുമായി ഇനി കേസ് മുന്നോട്ട് പോകുക. അതോടൊപ്പം തന്നെ പുലർച്ചെ 2 മണിക്കായിരുന്നു ഈ സംഭവം. ഹെൽമറ്റ് ധരിച്ചായിരുന്നു ഈ ഇടനിലക്കാരൻ കഞ്ചാവുമായി ഇവരുടെ ഫ്ളാറ്റിലേക്ക് എത്തുന്നതും 506 നമ്പറിലേക്ക് എക്സൈസ് ഈ വാച്ച്മാനുമായി റൂമിലേക്ക് കടക്കുന്നതും ഈ കഞ്ചാവുമായി ഇവർ ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഈ സംവിധായകരും ഛായാഗ്രഹകനും ഈ കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്താണ് എക്സൈസ് കൃത്യമായ സമയത്ത് അവിടെ എത്തുന്നതും. കുറേ ദിവസമായി തന്നെ ഈ എക്സൈസിന്റെ ഒരു പട്ടികയിലുള്ളവരാണ് ഈ സംവിധായകരും അതോടൊപ്പം തന്നെ ഈ ഛായാഗ്രഹകരും. ഈ വേണ്ട കേസ് പോലും അങ്ങനെ തന്നെയാണ്. കൃത്യമായ രീതിയിൽ എക്സൈസിന്റെ ഒരു നിരീക്ഷണത്തിലാണ് ഈ പലപേരും എന്ന് വേണം പറയാൻ. ഈ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് രഹസ്യ വിവരത്തെ തുടർന്ന് കൃത്യമായ സമയത്ത് അവിടെ എത്തുകയും അതോടൊപ്പം തന്നെ അവരെ പിടികൂടുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ സമീർ താഹിറിനെ എക്സൈസ് നോട്ടീസ് നൽകുന്നുണ്ട്. അത് നേരിട്ടാണോ തപാൽ മുഖേനയാണോ എന്നൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇന്ന് തന്നെ നോട്ടീസ് നൽകും. അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തും, ചോദ്യം ചെയ്യിക്കും. ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ ഉടമസ്ഥൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് മൂവരും കഞ്ചാവ് ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എക്സൈസ് കൃത്യസമയത്ത് അവിടെ എത്തിയത്. അതിനെ തുടർന്ന് തന്നെയാണ് ഇനി അന്വേഷണം പുരോഗമിക്കുന്നതും. എന്തായാലും ഇപ്പോൾ സമീർ താഹിറിന് ഇന്ന് നോട്ടീസ് നൽകുമെന്നൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. വൃന്ദ. ശരി രേണുക.